ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രമതി ആകെ ദേഷ്യത്തിലായിരിക്കും. അവരുടെ മനസ്സിൽ മുഴുവൻ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ശ്രുതിയെ ആ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കണം. അവളെ ഇനി ഈ പടി കയറ്റാനൊന്നും സമ്മതിക്കില്ല. തന്റെ മോൻ ശ്രുതിക്ക് ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു കോടീശ്വരന്റെ മോളെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. പണത്തിനോടുള്ള ആക്രാന്തം ചന്ദ്രമതിയുടെ കണ്ണുകളിൽ അപ്പോൾ നല്ലതുപോലെ കാണാമായിരുന്നു. അങ്ങോട്ടേക്ക് വന്ന രവീന്ദ്രൻ ഇതൊക്കെ കണ്ട് സങ്കടപ്പെട്ടു. ചന്ദ്രേ, നീ ഈ കാണിക്കുന്നതൊന്നും ഒട്ടും ശരിയല്ല കേട്ടോ. വക്കീലിനെയൊക്കെ പോയി കണ്ടത് നീ ആരോടാ ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്? ശ്രുതിയോട് ഇതിനെ പറ്റിയിട്ട് നീ ഒന്ന് ചോദിച്ചോ? അവന്റെ ജീവിതമല്ലേ ഇത്? അവൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനല്ലേ. കല്യാണമൊക്കെ കഴിഞ്ഞ് അവന്റെ ജീവിതത്തിലേക്ക് നീ ഇങ്ങനെ ഇടിച്ചു കയറ്റി വരുന്നത് ഒട്ടും തന്നെ ശരിയല്ല. അവൻ അവൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ അവനുമുണ്ട്. അതൊക്കെ നീ മനസ്സിലാക്കണം ചന്ദ്രേ. രവീന്ദ്രൻ വളരെ സമാധാനത്തോടെ പറഞ്ഞു. അങ്ങനെ രവീന്ദ്രൻ ചന്ദ്രമതിയെ മനസ്സിലാക്കാൻ നോക്കി. പക്ഷേ ചന്ദ്രമതി ഇതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. പോത്തിന്റെ ചെവിയിൽ വേദം ഓതുന്ന അവസ്ഥയിലായിരുന്നു അത്. നിങ്ങൾ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. എൻ്റെ മോൻ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. അവൻ എന്തായാലും അവളെ വേണ്ട, ഡിവോഴ്സ് ചെയ്യാൻ തന്നെയാ എൻ്റെ തീരുമാനം, ചന്ദ്രമതി തറപ്പിച്ചു പറഞ്ഞു. ശ്രുതിക്കാണെങ്കിൽ ആകെപ്പാടൊരു പെട്ട അവസ്ഥയിലായിരിക്കും. അമ്മയെ ധിക്കരിക്കാനും വയ്യ, ശ്രുതിയെ ഉപേക്ഷിക്കാനും വയ്യ. എന്താ പറയേണ്ടതെന്ന് പോലും അറിയാതെ ഗതികെട്ടൊരു അവസ്ഥയിലാണ് ശ്രുതി. ഒരു വശത്ത് തന്നെ പെറ്റമ്മ, മറുവശത്ത് താൻ താലി കെട്ടിയ സ്വന്തം, താൻ ഒരുപാട് സ്നേഹിച്ച പെണ്ണ്. രണ്ടു വഞ്ചിയിൽ കാലിട്ട് യാത്ര ചെയ്യുന്ന പോലെയാ ഇപ്പൊ സുധിയുടെ ജീവിതം. അമ്മയുടെ സ്വഭാവം അവന് നല്ലതുപോലെ അറിയാം. ഇടഞ്ഞാ പിന്നെ ആര് പറഞ്ഞാലും കേൾക്കില്ല. സച്ചി രവീന്ദ്രനും കൂടി സുധി ഒത്തിരി നേരം ഉപദേശിച്ചു. സുധി, ഇത് നിന്റെ ജീവിതമാടാ. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാ നീ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. സത്യങ്ങളൊക്കെ നീ മനസ്സിലാക്കണം. അല്ലാതെ നിന്റെ ഭാര്യയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാനോ ഡിവോഴ്സ് ചെയ്യാനോ ഒന്നുമല്ല നീ നോക്കേണ്ടത്. പണത്തിനൊന്നുമല്ലടാ കാര്യം. നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ കൂടി നിർത്തുന്നതിലാ കാര്യം. കോടീശ്വരന്റെ മോളെ കെട്ടുന്നതിലും വലിയ കഥയൊന്നുമില്ല. സച്ചി അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ശ്രുതിക്ക് കേട്ടപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മയെ എതിർത്താൻ അവന് വല്ലാതെ പേടിയായിരുന്നു. ചന്ദ്രമതിക്കാണെങ്കിൽ പണത്തിനു മീതെ പരുന്തു പറക്കില്ല എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ അതിന്റെ പാട്ടിന് നടക്കുന്ന സമയത്താണ് വർഷയും ശ്രീകാന്തും അവരുടെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് പോയ ടൂറായിരുന്നു അത്. രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. പിറ്റേന്ന് രാവിലെ ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമായിരുന്നു. രേവതി നല്ല ചൂടുള്ള ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്നുണ്ട്. ചിരിയും കളിയുമായി എല്ലാവരും കഴിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വർഷയ്ക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. ആ ദോശയുടെ മണമടിച്ചപ്പോൾ അവൾക്ക് അങ്ങോട്ടേക്ക് ഓക്കാനം വന്നു. അവൾ വേഗം പോയി വായൊക്കെ പൊത്തിപ്പിടിച്ച് ബാത്റൂമിലേക്ക് ഓടിയിട്ട് ഒരൊറ്റ ഓട്ടായിരുന്നു. ശ്രീകാന്തിനാകെ പേടിയായി. അയ്യോ, എന്തു പറ്റി വർഷേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവന് പുറകെ പോയി. എല്ലാവരും ആകെ പരിഭ്രാന്തിയിലായി. രേവതി ചോദിച്ചു, എന്താ വർഷേ, ഫുഡിന്റെ ടേസ്റ്റ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? രവീന്ദ്രൻ ഉടനെ പറഞ്ഞു, ഏയ് അതൊന്നുമല്ല മോളെ, എന്തായാലും അവൾ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ, വെറുതെ കാത്തിരിക്കണ്ട. ചന്ദ്രമതിയും അത് ശരിവെച്ചു. വർഷയ്ക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ പോകാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലിലൊന്നും പോവണ്ട, അവൾ വാശി പിടിച്ചു. പക്ഷേ രേവതിക്ക് ചെറിയൊരു സംശയമുണ്ടായിരുന്നു, അവൾക്ക് വല്ല വിശേഷവുമുണ്ടോ എന്ന കാര്യം. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ ശ്രീകാന്ത് വർഷയും കൂട്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടറെ കണ്ട് പരിശോധന എല്ലാം കഴിഞ്ഞു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻസ് വർഷ പ്രഗ്നൻ്റ് ആണ്. അതെ ശ്രീകാന്ത്, നിങ്ങളൊരു അച്ഛനാവാൻ പോവാണ്, കൺഗ്രാറ്റുലേഷൻസ്. ആ വാക്ക് കേട്ടപ്പോൾ ശ്രീകാന്തിൻ്റെ കണ്ണുകളിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ അത്രമാത്രം ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു അത്. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള അവൻ്റെ കാത്തിരിപ്പിന് ഫലം കണ്ടു. പക്ഷേ വർഷയുടെ അവസ്ഥ അതൊന്നും ആയിരുന്നില്ല. അവളുടെ തലയിൽ ഇടുത്തി വീണതുപോലെയായിരുന്നു. ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ അവളുടെ ഉള്ളിലൂടെ ഒരു കൊടിയ ഭയം കടന്നുപോയി. അവൾ ഇങ്ങനെ സീരിയലിലൊക്കെ ഡബ് ചെയ്യുന്ന സമയത്തന്നെ ഒരുപാട് സ്ത്രീകളുടെ പ്രസവ വേദനയുടെ കരച്ചിൽ കണ്ടിട്ടുണ്ട്. ആ സമയത്തന്നെ അവരനുഭവിക്കുന്ന വേദന, കുറേ അസ്ഥികൾ എല്ലാം കൂടെ ഒന്നിച്ച് ഒടിയുന്ന പോലെയുള്ള ആ ഒരു കൊടിയ വേദന, അതൊക്കെ ഓർത്തപ്പോൾ തന്നെ അവൾക്ക് പിന്നെ വിറയിൽ വന്നു. ദൈവമേ, ഈ വേദന താൻ എങ്ങനെ സഹിക്കും? തനിക്ക് പിള്ളേരെ വേണ്ട എന്ന് തന്നെ അവൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രീകാന്തിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പുറത്തേക്ക് വന്ന് ശ്രീകാന്ത് കണ്ടത് കടന്നിൽ കുത്തിയ പോലെ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന വർഷയാണ്. നീ എന്താ വർഷ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത്? അവൻ സ്നേഹത്തോട് ചോദിച്ചു. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ശ്രീകാന്തേ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്ക് പിള്ളേരൊന്നും വേണ്ട എന്ന്. ഈ വേദനയൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ശ്രീകാന്ത് അവളെ ഒരുപാട് സമാധാനിപ്പിച്ചു. പതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വർഷ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ചന്ദ്രോദയത്തിൽ ഒരു വലിയ ഉത്സവം തന്നെ നടന്നു. ചന്ദ്രമതി ഓടിച്ചെന്ന് വർഷയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഈ കുടുംബത്തിലേക്ക് വരുന്ന ആദ്യത്തെ കൺമണിയല്ലേ, അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു.
രേവതിക്കും സച്ചിക്കുമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രമാത്രം സന്തോഷമായിരുന്നു. രേവതി വേഗം അടുക്കളയിൽ പോയിട്ട് പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. സച്ചി പുറത്തുപോയി അവൾക്ക് കഴിക്കാൻ കുറേയധികം ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. എല്ലാവരും വർഷയെ ഇങ്ങനെ പുകഴ്ത്തുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ശ്രുതിക്ക് മാത്രം വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. തൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ ഈ വീട്ടിന് അവളെ ഇറക്കി വിടേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന ആ ഒരു ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ. അപ്പോൾ അവൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാമായിരുന്നില്ലേ? രേവതി വർഷയുടെ അടുത്തേക്ക് വന്നിരുന്ന് സ്നേഹത്തോട് പറഞ്ഞു, നീ ഒട്ടും പേടിക്കേണ്ട വർഷേ, നിന്റെ കാര്യങ്ങളൊക്കെ ഇനി മുതൽ ഞാൻ നോക്കിക്കോളാം. പക്ഷേ വർഷയ്ക്ക് സമാധാനിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ഊണും ഉറക്കവും നഷ്ടപ്പെട്ടു. എങ്ങനെ ഈ പ്രസവേദന സഹിക്കുമെന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടി. വിവരമറിഞ്ഞ് വർഷയുടെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും മഹിമയും മധുസൂദനൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു. അവരൊക്കെ ഇരട്ടി സന്തോഷത്തോടു കൂടിയാണ് അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. മുത്തശ്ശനും മുത്തശ്ശിയാവാൻ പോകുന്നതിന് ആ ഒരു സന്തോഷമായിരുന്നു അവർക്ക്. കുറേ ഫ്രൂട്ട്സും നട്ട്സും ഡേറ്റ്സും എല്ലാം കൂടി അവരൊരു വലിയ ആഘോഷമായി തന്നെ എല്ലാം കൊണ്ടുവന്നു. പക്ഷേ അവിടെയും വർഷയുടെ മുഖത്ത് ഒരു ചിരിയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അവൾ അമ്മയെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് തന്നെ അവളുടെ സങ്കടം പറഞ്ഞു. അമ്മേ, എനിക്കിത് പറ്റില്ല, എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല, എനിക്ക് കുഞ്ഞിനെ വേണ്ട. മഹിമ ഞെട്ടിപ്പോയി. മോളെ, നീ എന്താ ഈ പറയുന്നത്? ഇതൊക്കെ അങ്ങ് നടന്നു പോയിക്കോളും, നീ ഇതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട. അമ്മ അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. ഇല്ലമ്മേ, എനിക്ക് വേണ്ട, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ് അവളിങ്ങനെ പൊട്ടിക്കരഞ്ഞു. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വർഷയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. ഇതൊക്കെ കണ്ടപ്പോൾ സച്ചിക്കും വല്ലാത്ത മോഹം. അവൻ രേവതിയോട് പറഞ്ഞു, രേവതി, നമ്മുടെ കല്യാണമല്ലേ ആദ്യം കഴിഞ്ഞത്, നമുക്കിതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ലല്ലോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നമുക്കൊരു കുഞ്ഞു വേണമെന്ന്. രേവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സമയമാകുമ്പോൾ ആയിക്കോളും സച്ചിയേട്ടാ. ഇപ്പോൾ വർഷയ്ക്ക് കുഞ്ഞുണ്ടായാലും അത് നമ്മുടെ കുഞ്ഞായിട്ട് തന്നെയല്ലേ നമ്മൾ നോക്കുന്നത്. രേവതിയുടെ ആ ഒരു നല്ല മനസ്സ് കണ്ട് സച്ചിക്കും സന്തോഷമായി. എങ്കിലും അവൻ്റെ ഉള്ളിൽ അച്ഛനാവാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. ഇതിനിടയിലാണ് അച്ചമ്മ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. കുടുംബത്തിൽ ഒരു പുതിയ തലമുറ വരുന്നു എന്നറിഞ്ഞപ്പോൾ അച്ചമ്മ സന്തോഷം കൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വന്നു. വർഷയെ ചേർത്ത് പിടിച്ചു, നെറുകയിൽ ചുംബിച്ചു. എന്നിട്ട് എല്ലാവരും കേൾക്കെ തന്നെ വലിയൊരു പ്രഖ്യാപനം നടത്തി. കുടുംബത്തിൽ ആദ്യ പേരക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് ആർക്കാണോ അവർക്കാണ് എൻ്റെ ഏറ്റവും വലിയ സമ്മാനം. അത് ശ്രീകാന്തിനും വർഷയ്ക്കുള്ളതാ. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി. അച്ചമ്മ വീട്ടിൽ വന്നപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നത്, ശ്രുതിയെ ചന്ദ്രമതി വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും അവർക്ക് ഡിവോഴ്സ് വക്കീൽ നോട്ടീസ് അയക്കാൻ പോവുകയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അച്ചമ്മക്ക് സങ്കടവും ദേഷ്യവും വന്നു. അച്ചമ്മ ചന്ദ്രമതിയെ വിളിച്ച് നല്ലതുപോലെ വഴക്ക് പറഞ്ഞു. ചന്ദ്രേ, ഇങ്ങനെയൊന്നും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല, അത് അവരുടെ ജീവിതമാണ്. നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്? രവീന്ദ്രനും അച്ചമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു. ഒടുവിൽ അച്ചമ്മ തന്നെ സുധിയെ വിളിച്ച് ഉപദേശിച്ചു. സുധി, ആർക്കും ഒരു തെറ്റ് പറ്റാം, പക്ഷേ ഈ ഒരൊറ്റ തവണ നീ അവളോട് ക്ഷമിക്കണം. അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയോ? ഇതേ സമയം ബാമയുടെ അടുത്ത് നിന്നായിരുന്നു ശ്രുതി ഈ വർഷയുടെ ഗർഭത്തിന്റെ കാര്യം അറിയുന്നത്. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു നഷ്ടബോധം തോന്നി. എൻ്റെ ദൈവമേ, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നുവെങ്കിൽ, എൻ്റെ വയറ്റിൽ സുധിയുടെ ഒരു കുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ ആരും എന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടില്ലായിരുന്നു. അവിടെ എനിക്കൊരു പിടിവള്ളി ഉണ്ടാവുമായിരുന്നല്ലോ. അവൾ കണ്ണീരോടുകൂടി ഓർത്തു. അതിൻ്റെ കൂടെയാണ് സുധി വക്കീൽ നോട്ടീസ് അയക്കാൻ സമ്മതിച്ചു എന്ന വാർത്ത കൂടെ അവൾ അറിയുന്നത്. അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു അവളുടെ ഒരു വിശ്വാസം. അവൾ നേരെ സുധിയെ കാണാൻ വേണ്ടി ചെന്നു. സുധി അവളെ കണ്ടപ്പോൾ തന്നെ മുഖം തിരിച്ചു പറഞ്ഞു, എനിക്കെൻ്റെ അമ്മ പറയുന്നതേ അനുസരിക്കാൻ പറ്റൂ എന്ന്. എനിക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് കേട്ട് ശ്രുതിക്ക് കലിയടക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. നിന്നെ ഞാൻ വെറുതെ വിടുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടായിരിക്കും അവൾ അവിടെ നിന്ന് പോവുന്നത്. ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിയായി. ഇവളിനി എന്തെങ്കിലും കടുങ്ങ ചെയ്താൽ താൻ പെട്ടുമല്ലോ എന്ന് ആ ഒരു കാര്യം അവനോർത്ത് പേടിച്ചു. എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്ക് തിരിച്ചു കയറണമെന്ന് ശ്രുതി തീരുമാനിച്ചിരുന്നു. അച്ചമ്മ അവിടെ വന്ന വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ നേരെ അച്ചമ്മയെ കാണാൻ ചെന്നു. അച്ചമ്മയെ കണ്ടപ്പോൾ അവൾ ഓടിച്ചെന്ന് കാല് പിടിച്ചങ്ങ് കരഞ്ഞു. അച്ചമ്മേ, എനിക്ക് ആ വീട്ടിലേക്ക് വരണം. എനിക്ക് സുധിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അച്ചമ്മേ, എന്നോട് ക്ഷമിക്കാൻ പറയണം. പക്ഷേ അച്ചമ്മക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. എന്ത് പരിപാടിയാണ് നീ ഈ കാണിച്ചത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിലും നീ ഒരു പെണ്ണല്ലേ. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ചമ്മ അവളെ കുറേയധികം ചീത്ത പറഞ്ഞു. ഒടുവിൽ അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ നമുക്ക് നോക്കാം, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് അച്ചമ്മക്ക് പറയേണ്ടി വന്നു. അന്ന് രാത്രി ചന്ദ്രോദയത്തിൽ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വർഷയുടെ മനസ്സ് ഒരു കൊടുങ്കാറ്റ് പോലെ തന്നെ ഇളകി മറിയുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ തനിക്ക് വേണ്ട, എങ്ങനെയെങ്കിലും അബോർട്ട് ചെയ്ത് കളയണമെന്ന് തന്നെ അവൾ ഉറപ്പിച്ചു. അവൾ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കണ്ണുകൾ വല്ലാതെ ചുവന്നിട്ടുണ്ടായിരുന്നു. ശ്രീകാന്തേ, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട, എനിക്കിത് അബോർട്ട് ചെയ്യണം. എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റില്ല. ആ വേദന സഹിക്കാനൊന്നും എനിക്കാവില്ല എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ശ്രീകാന്ത് ആകെ തകർന്നുപോയി. അവൻ കേണപേക്ഷിച്ചു നോക്കി, ഒരുപാട് ദേഷ്യപ്പെട്ടു നോക്കി. പക്ഷേ വർഷ തീരുമാനത്തിൽ ഉറച്ചു നിന്നു.
നിനക്ക് സമ്മതമില്ലെങ്കിൽ വേണ്ട, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിനക്ക് വരാൻ പറ്റുമെങ്കിൽ നാളെ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വായോ, അല്ലെങ്കിൽ ഞാൻ തനിച്ചു പോയി ഇതങ്ങ് ഇല്ലാതാക്കും. അവളുടെ ആ വാക്കുകൾ ശ്രീകാന്തിൻ്റെ നെഞ്ചിൽ ഒരു അമ്പ് പോലെയാണ് തറച്ചത്. അവൻ ആകെ തളർന്നുപോയി. കുടുംബം മുഴുവൻ എത്ര വലിയ പ്രതീക്ഷയില്ല. നാളെ രാവിലെ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിനേക്കാളും അവനെ ഭയപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ്. ഈ കുഞ്ഞിനെ കളഞ്ഞാൽ ചിലപ്പോൾ ഇനി ഒരിക്കലും തങ്ങൾക്കൊരു കുഞ്ഞുണ്ടായെങ്കിലെങ്കിലോ? ആ ഒരു ചിന്ത ശ്രീകാന്തിൻ്റെ ഉള്ളിൽ തീക്കനൽ പോലെ എരിയുന്നുണ്ടായിരുന്നു. രാവിലെ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ട് ഒട്ടും തന്നെ സമാധാനമില്ലാതെ ആയിരിക്കട്ടോ അന്ന് രാത്രി അവൻ കിടന്നുറങ്ങുന്നത്. അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.